ഹലോ, ഇന്ന് നമ്മൾ ഓഫീസിലേക്കല്ല കേട്ടോ പോകണം. വർക്കിംഗ് ഡേ തന്നെയായിരുന്നു. ഹോട്ടൽ സ്പാനിൽ വെച്ചിട്ട് നമുക്കൊരു മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 10 മണി തൊട്ടിട്ട് 4 മണി വരെ കേട്ടോ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനും ചേച്ചി എന്നത്തെ പോലെ ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ട്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും സ്റ്റാഫൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ഇങ്ങനെ പുറത്ത് വെച്ചൊരു മീറ്റിംഗ് ഇത് ആദ്യമായിട്ടോ. സാധാരണ നമുക്ക് മന്ത്ലി ഒരു ബ്രാഞ്ച് മീറ്റിംഗ് വെക്കണം എന്നാണ്. അത് ടൗൺ ഹാൾ മീറ്റിംഗ് എന്നിട്ടാ പറയുന്നത്. ചേച്ചിനെ എന്നെയും കാത്തിരിക്കായിരുന്നു മീറ്റിംഗ് തുടങ്ങാനായിട്ട്. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഗൗതം അതിനിടയ്ക്ക് ക്യാഷും കൊണ്ട് വരുന്നുണ്ട്. സർവീസ് കഴിഞ്ഞിട്ടുള്ള കസ്റ്റമറുടെ ക്യാഷ് അങ്ങനെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വാട്ടർമെലിന്റെ ജ്യൂസും പിന്നെന്താ മറ്റേ അടയോ മറ്റായിരുന്നു. ടൗൺ ഹാൾ മീറ്റിംഗിന് ശേഷം ടെക്നീഷ്യന്മാർക്ക് മാത്രമായിട്ട് ഓപ്പറേഷൻസിന് വിവേകിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അടുത്ത ദിവസത്തേക്കുള്ള കുറച്ച് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമിതേച്ചിക്ക് ഷെഡ്യൂൾ ചെയ്യാനുണ്ട് സർവീസ്. ടെക്നീഷ്യന്മാർക്കുള്ള മീറ്റിംഗ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നതായിരുന്നു. ചിക്കൻ ബിരിയാണിയും ചിക്കൻ 65 പിന്നെ ഐസ്ക്രീമും ആയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ടെക്നീഷ്യന്മാർക്ക് അവാർഡും കൊടുക്കാനുണ്ടായിരുന്നു. 6 പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂസിക്കൽ ചെയറും പിന്നെന്താ ബോൾ പാസിംഗ് ഉണ്ട്. ബോൾ ഇല്ലാത്തായിരുന്നു നമ്മൾ ബലൂൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായത്. പിന്നെന്താ ലെമൺ സ്പൂൺ ആയിരുന്നു കേട്ടോ കാര്യമായിട്ടുള്ള ഗെയിംസ്. സാധാരണ ടൗൺ ഹാൾ മീറ്റിംഗ് നമ്മൾ ഓഫീസിൽ നിന്ന് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂർ മീറ്റിംഗിന് ശേഷം എല്ലാവരും സർവീസിന് പോയി അവനവൻ്റെ ജോലി ചെയ്യലാണ്. ഇതിപ്പോൾ ഈ ഗെയിംസും കാര്യമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. എല്ലാവർക്കും തന്നെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് ബോംബെയിൽ ആനുവൽ കോൺഫറൻസ് ഉള്ളത് കാരണം നമ്മളൊരു സ്റ്റാഫ് അവിടേക്ക് പോയിട്ടുണ്ടായി. നാഷണൽ ലെവലിൽ ബെസ്റ്റ് CSE ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായത് അഖിൽജീനിയായിരുന്നു. അപ്പോൾ അവന് പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സെയിം ഡേ തന്നെയായിരുന്നു ബോംബെയിൽ വെച്ചിട്ട് അവർ അവാർഡ് ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ടത്തെ ഒരു ചായക്ക് ശേഷം നമ്മൾ മെല്ലെ പിരിയാനുള്ള പരിപാടി കേട്ടോ. 2024 മെയ്യിൽ നമ്മൾ ബെസ്റ്റ് ബ്രാഞ്ച് അവാർഡ് കിട്ടിയ സമയത്ത് അവർ വയനാട്ടിലേക്ക് ഒരു ടൂറാ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അന്ന് വെച്ച് ഞാനും നന്ദിച്ചൊന്നും പോയിട്ടുണ്ടായില്ല. 1 ഡേ ട്രിപ്പ് അല്ലായിരുന്നു. അവരവിടെ ഒരു റിസോർട്ട് എടുത്ത് സ്റ്റേ ചെയ്യാൻ. പോകുന്നതിന് മുന്നേ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ആകെ അതിലൊന്ന് പോസ് ചെയ്ത് തരുന്ന ആൾ മനു മാത്രമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ്